തിരുവനന്തപുരം മലയൻകീഴിൽ നമോ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അധ്യക്ഷനായ ചടങ്ങ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമുള്ള പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു. കഴിഞ്ഞ 8 വർഷക്കാലമായി കാട്ടാക്കട മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവന സംഘടനയാണ് നവോ സേവാ കേന്ദ്രം. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ചെയർമാനായ സംഘടന വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ഈ വർഷത്തെ അവാർഡ് ദാന ചടങ്ങ് കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെയുള്ള അറിവ് നേടുവാനുള്ള ഒരു അഭിവാഞ്ച അത് മലയാളിക്ക് ആദ്യം മുതലേ ഉണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങൾക്കറിയില്ലേ, ആ കാലടിയിൽ നിന്നൊരു ശങ്കരൻ കാൽനടയായി സഞ്ചരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ജ്ഞാനം നേടുവാൻ വേണ്ടി. ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു, എല്ലാം അദ്ദേഹം പിടിച്ചു. അവസാനം അദ്ദേഹം സർവജ്ഞ പീഠം നേടി. അത് മലയാളിയുടെ രക്തത്തിലുള്ളതാണ്. തിരുവനന്തപുരം മലയൻകീഴ് ബാലകൃഷ്ണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 1000-ലധികം വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട 14 സ്കൂളുകൾക്കും ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്തു. പങ്കജകസ്തൂരി ഡയറക്ടർ ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ബിജെപി തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമൂട് ബിജു, ഗുഡ് ഷെപ്പേർഡ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടോജോ ജോൺ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.